വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നിരന്തരം ട്രംപിനെ നാണം കെടുത്തുക എന്നുള്ളത് ഇന്ത്യക്ക് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു INS തമാൽ റഷ്യയുടെ നാവിക ദിനത്തിൽ അങ്ങോട്ടേക്ക് പോകരുത്, നിങ്ങളുടെ പടക്കപ്പൽ ഇവിടെ ചെല്ലരുതെന്ന് പറഞ്ഞു. സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ബോഡാപുല്ലെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പടക്കപ്പൽ കൊണ്ട് നമ്മൾ ഡോക്ക് ചെയ്തു. നാവിക ദിനം സുഗമമായി ആഘോഷിച്ചു. റഷ്യ തുള്ളിച്ചാടി, വലിയ രീതിയിലുള്ള സ്വീകരണം നമുക്ക് ലഭിച്ചു. ട്രംപ് ചൂളിപ്പോയി, നാറ്റോ അടക്കം ചൂളിപ്പോയി. ഇപ്പൊ വരുന്ന റിപ്പോർട്ട് എന്തെന്നറിയാമോ? ഈ ട്രംപ് പോലും അറിയാതെ റഷ്യയിലേക്ക് സ്ഫോടക വസ്തുക്കൾ ഇന്ത്യ കയറ്റി അയക്കുന്നു എന്നാണ്. ഇന്ത്യ എങ്ങനെയാണ് അത് കയറ്റി അയക്കുന്നത്? ഒരു ഇന്ത്യൻ കമ്പനിയാണ് അങ്ങോട്ട് സ്ഫോടക വസ്തുക്കൾ കയറ്റി അയക്കുന്നത്. എന്ത് പറഞ്ഞാണ് അയക്കുന്നത്? ഇത് സ്ഫോടക വസ്തു അല്ല, മറിച്ച് ഇതൊരു സ്ഫോടകേതര വസ്തുവാണ് എന്ന് പറഞ്ഞാണ് കയറ്റി അയക്കുന്നത്. ഇവന്മാർ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. നമ്മളത് കയറ്റി അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലൊരു പോയിന്റ് എന്ന് പറയുന്നത്. $1.4 മില്യൺ വില മതിക്കുന്ന സ്ഫോടക വസ്തുവാണ് ഇന്ത്യൻ സ്ഥാപനം, ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഇന്ത്യ തന്നെ വിലയിരുത്തിയിട്ടുള്ള ഒരു സ്ഥാപനം കയറ്റിയിരിക്കുന്നു. ആ സ്ഥാപനത്തിന്റെ പേര് ഐഡിയൽ ഡിറ്റനേറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഐഡിയൽ ഡിറ്റനേറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞതാണ്. റഷ്യയുടെ യുക്രൈൻ യുദ്ധശ്രമത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അവന്മാര്. ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഒരു സ്ഫോടക വസ്തു കയറ്റി അയക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാതെ പോയല്ലോ എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു വിഷമം എന്ന് പറയുന്നത്. എന്താണ് കയറ്റി അയക്കുന്നത്? HMX അല്ലെങ്കിൽ ഓക്സോജിൻ എന്ന് പറയുന്ന സംയുക്തമാണ് ഇത് കയറ്റി അയക്കുന്നത്. പക്ഷെ ഈ കമ്പനി പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഫോടക വസ്തുവല്ല, ഒരു സ്ഫോടകേതര വസ്തുവാണ്. ഇത് സാധാരണ ഈ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാണ് ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കമ്പനി കയറ്റി അയക്കുന്ന ഈ HMX-നെ കുറിച്ച് ഈ അമേരിക്ക ഒരു പഠനം നടത്തി. ഈ പഠനത്തിൽ അവർ പറയുന്നത് റഷ്യയുടെ യുദ്ധശ്രമത്തിന് HMX നിർണായകമാണ് എന്ന് US സർക്കാർ തിരിച്ചറിഞ്ഞു. കാരണം മോസ്കോയ്ക്ക് ഈ പദാർത്ഥത്തിന്റെ ഏതെങ്കിലും വിൽപ്പനയ്ക്ക് സൗകര്യം ഒരുക്കുന്നതിനെതിരെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കൊടുക്കരുത്, HMX ഇത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തത്. ആ സാധനമാണ് നമ്മൾ ഇവിടെ രഹസ്യമായിട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. HMX കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ നേരത്തെ വിചാരിച്ചിരുന്നു. എന്തിനാണെന്നറിയുമോ HMX ഉപയോഗിക്കുന്നത്? ഒന്ന്, പ്രതിരോധ ഗവേഷണ പരിപാടികൾക്ക്, മിസൈൽ, ടോർപിഡോ വാർഹെഡുകൾ, റോക്കറ്റ് മോട്ടോറുകൾ, പൊട്ടിത്തെറിക്കുന്ന പ്രൊജക്ടൈലുകൾ, നൂതന സൈനിക സംവിധാനത്തിനായുള്ള പ്ലാസ്റ്റിക് ബോണ്ടഡ് സ്ഫോടക വസ്തുക്കൾ എന്നിവയിലാണ് ഈ HMX വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഖനനത്തിനും മറ്റ് വ്യാവസായിക പ്രവർത്തനങ്ങൾക്കും പരിമിതമായിട്ടുള്ള സിവിലിയൻ ആവശ്യങ്ങൾ മാത്രമേ ഇതിനുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ സാധനമാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. നമ്മുടെ രാജ്യം അങ്ങ് ഡൊണാൾഡ് ട്രംപിനെ പോലും അമേരിക്കയെ പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇതിപ്പോ ആദ്യമായിട്ടല്ല. അമേരിക്ക ഇതിനു മുമ്പ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അവർ പറഞ്ഞത് ചൈന ഡയറക്റ്റും ഇന്ത്യ ഇൻഡയറക്റ്റ് ആയിട്ടും റഷ്യക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു. നമ്മൾ നൽകുന്നത് സെമി കണ്ടക്ടർ ചിപ്പുകൾ നമ്മൾ വലിയ രീതിയിൽ തന്നെ റഷ്യക്ക് കൊടുക്കുന്നു. അത് ഈ ആയുധങ്ങളും മറ്റും ഉണ്ടാക്കും, മിസൈലിനും മറ്റും ഒക്കെ അനിവാര്യമായ ഘടകമാണ്. അത് നൽകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാ സാധനത്തിനും രണ്ട് ഉപയോഗം കാണുമല്ലോ. ഒന്ന് ആയുധമാണെങ്കിൽ മറ്റൊന്ന് ചിലപ്പം അവരുടെ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം, നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം, അങ്ങനെ. പക്ഷെ ചൈനയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് വലിയ സഹായം ചൈന ചെയ്യുന്നു എന്നും അമേരിക്ക പറയും. ഈ രണ്ട് രാജ്യങ്ങളാണ് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം വന്ന അതിന്റെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റഷ്യ നമ്മുടെ ഉത്തര കൊറിയയുടെ അടക്കം ഈ ബാർട്ടർ സമ്പ്രദായത്തിലാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ അവിടുന്ന് ഈ 10,000 പേരെ കയറ്റി വിടുമ്പോൾ അതിന് പകരം അവിടുന്ന് കുറെ ഗോതമ്പ് ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഈ ബാർട്ടർ സമ്പ്രദായം ഉണ്ടല്ലോ പഴയ കാലത്തെ, അതുപോലെയാണ്. അപ്പൊ അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് അതുപോലാണ്. ഇന്ത്യ എണ്ണ മേടിക്കുന്നത് ഇതേ കണക്കുള്ള സാധനം കൊടുത്തിട്ടാണ് എണ്ണ മേടിക്കുന്നത്, പൈസ കൊടുത്തിട്ടല്ല. ഈ സാധനം അതിന് തത്തുല്യമായ വിലക്കുള്ള ചിപ്പുകൾ കയറ്റി അയക്കുക, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധങ്ങൾ കയറ്റി അയക്കുക, അവിടുന്ന് മേടിക്കുക. ഇത് പണി തന്നെയാണ് മറ്റേ കിങ് ജോൺ ഉന്നം ചെയ്യുന്നത് എന്ന് അമേരിക്ക പറയുന്നത് കാര്യമാണ്. നമുക്ക് അറിയില്ല ഇത് അങ്ങനെയാണോ എന്നുള്ളത്. എന്തായാലും സെമി കണ്ടക്ടർ പോയി ഇന്ത്യ നിഷേധിച്ചിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ ഞങ്ങൾ കയറ്റി അയച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ INS തമാല് സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി, റഷ്യയിൽ, അവരുടെ നാവിക ദിനവുമായി ബന്ധപ്പെട്ട്. അതിന് പോകരുത് എന്ന് പറഞ്ഞിടത്തു നിന്നാണ് പോകുന്നത്. അതായത് ട്രംപ് ചിലപ്പോൾ ചോദിക്കും, ഞാനിവിടെ ഇല്ലേടെ, എനിക്ക് എന്തെങ്കിലും ഒരു വില താ നിങ്ങൾ എന്ന് പറയുന്നതൊക്കെയാണ്. ഇന്നലെ ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 6 യുദ്ധങ്ങൾ നിർത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് ബുദ്ധിപൂർവ്വം റഷ്യ ഉക്രൈൻ വാറിനെ കുറിച്ച് മിണ്ടുന്നില്ല അദ്ദേഹം, കേട്ടോ. മറ്റൊന്ന്, ഈ ഗസയിൽ ഇപ്പൊ നടക്കുന്ന അടിയെ കുറിച്ചും പുള്ളി മിണ്ടുന്നില്ല. യുദ്ധമായിട്ട് പുള്ളി കണ്ടിട്ട് നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പറഞ്ഞു, ഇറാന്റെ പറഞ്ഞു. പിന്നെ പറയുന്ന കംബോഡിയ, തായ്ലൻഡ്. പിന്നെ ഞാൻ ഒരു വെടിനിർത്തൽ വന്നു. ഇന്ന് രാവിലെ ഞാൻ കേൾക്കുന്ന വാർത്ത, വെടിനിർത്തൽ തായ്ലാൻഡിൽ ലംഘിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോ തിരിച്ചടിക്കാൻ പോവാണെന്ന് കംബോഡിയ പറഞ്ഞിരിക്കുന്നത്. തായ്ലൻഡ് പുള്ളി നിർത്തിയെന്ന് പറയുന്ന ഒരു യുദ്ധമാണത്. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം,
പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറൊന്നുണ്ട്, ചൈന തായ്വാൻ കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചും പുള്ളി മിണ്ടിയിട്ടില്ല. അത് മെയിൻ കാര്യങ്ങളൊന്നും പുള്ളി മിണ്ടിയിട്ടില്ല. പകരം എവിടൊക്കെ വെടിനിർത്തൽ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം പുള്ളി പറയുന്നുണ്ട് ഞാനാണ് ഇതെല്ലാം സെറ്റ് ആക്കിയത് എന്നാണ് പുള്ളി പറയുന്നത്. ഏതായാലും അത് അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു ആ ദിവസങ്ങളിൽ ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. അത് അതെ പാർലമെന്റിലാണ് അതെ പറഞ്ഞതെന്ന് പറഞ്ഞത്, പുറത്ത് രാഷ്ട്രീയ വേദിയിലല്ലത് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ട്രംപുമായിട്ട് ഒരു ചർച്ചയിലൊന്നും ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ യുദ്ധം ഉണ്ടായാലും പുള്ളി നോക്കിക്കൊണ്ടിരിക്കും എന്താണ് സംഭവിക്കുന്നത്. അവരെങ്ങാനും കഷ്ടകാലത്തിന് വെടിയെങ്ങാനും നിർത്തി കഴിഞ്ഞാൽ പുള്ളി പറയും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു ട്രേഡിംഗ് നടത്താം, അതുകൊണ്ട് നിങ്ങൾ ഉം. വെടിനിർത്തു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഈ ട്രംപ് ഭക്തന്മാർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രാന്ത് വരുമെന്ന് തോന്നുന്നു. കാരണം ഉം. പുള്ളി ഒരു 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 പരാജയപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിലേക്ക് പുള്ളി കൂപ്പുകുത്തിക്കൊണ്ടേയിരിക്കുക. കാരണം പുള്ളി പിടിച്ചെടുത്തൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. സ്വന്തം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പോലും 50% താരിഫ് നിങ്ങൾക്ക് ചുമത്തും എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ 15% താരിഫേ ചുമത്തത്തുള്ളൂ എന്ന നിലയിലേക്ക് അദ്ദേഹം താണിറങ്ങി. കാരണം അദ്ദേഹത്തിന് അറിയാം അതെ കടുപിടുത്തം കൊണ്ട് അതെ പറ്റില്ല. അങ്ങനെ ഉള്ളിടത്താണ് ഇന്ത്യയെ പോലെ ഒരു വലിയ എന്താണ് പർച്ചേസിംഗ് പവറുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ അടുത്താണ് ഈ വിലപേശലും വിരട്ടലും കൊണ്ട് വരുന്നത്. പണ്ടേ കേട്ടിട്ടില്ല, ഉം. ഇവിടെ ഇത് ദുർബലമായിരുന്ന സമയത്ത് പോലും കേട്ടിട്ടില്ല. ചില കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരൊക്കെ ചില മൂട്ട് വിറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ മോദി അങ്ങനെ അല്ല എന്നുള്ള കാര്യം ട്രംപിന് ഫസ്റ്റ് ടൈം തന്നെ അറിയാവുന്ന കാര്യമാണ്. ട്രംപിന്റെ അതെ പ്രശ്നം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിന് ഇനി 4 വർഷം കൂടെ ഉള്ളു അദ്ദേഹത്തിന്റെ കാലാവധി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മടങ്ങ് വരവ് എന്തായാലും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല, തുടർഭരണം ഉണ്ടാകും. ആ നേതാവ് തന്നെ തുടർച്ചയായിട്ട് ഭരിച്ചു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ 2 ടൈമിൽ കൂടുതൽ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഇനി ഒരിക്കലും ട്രംപ് തിരിച്ചു വരില്ല എന്നൊരു ബോധ്യം ട്രംപിനുണ്ട്. അപ്പൊ ഈ 4 ഉം. വർഷത്തിനുള്ളിൽ തന്റെ സ്വപ്നങ്ങൾ പൂവണിക്കുക, അതായത് എത്രയും പെട്ടെന്ന് അമേരിക്ക അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്പർ 1 സാമ്പത്തിക ശക്തിയെ ഉയർത്തുക. അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയാണ് എങ്കിൽ പോലും വലിയ രീതിയിൽ ഉയർത്തുക. രണ്ടാമത്തെ കാര്യം ലോക പോലീസ് പദവി തിരിച്ചു പിടിക്കുക, തന്റെ കാൽക്കീഴിൽ അല്ല എല്ലാവരും നിൽക്കുക. പക്ഷേ അതിൽ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. അമേരിക്കയില് ഒരു വമ്പൻ ഒരു ഇൻഫ്ലേഷൻ വന്ന് ഭവിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക ഇപ്പോ കടക്കണി കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെന്ന് കേൾക്കുന്നു. ചൈനയിലും അത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ടാണ് ചൈന തായ്വാൻ എന്ന് പറയുന്ന യുദ്ധത്തിനായിട്ട് ഷീ ജിൻപിങ് ഒരുങ്ങുന്നത്. ഇന്ന് തായ്വാന്റെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. UK ഇറങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുമായിട്ട് ചേർന്ന് തായ്വാനെ പ്രതിരോധിക്കാൻ പോവുകയാണ് അവര്. അപ്പോ അവര് പ്രധാനമായിട്ടും പറയുന്നത് ചൈനയും അമേരിക്കയും രണ്ടുപേരും വമ്പൻ സാമ്പത്തിക കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ടു പേർക്കും അവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് ട്രംപിന് ആളാവണം. അതുകൊണ്ട് ഈ യുദ്ധങ്ങളൊക്കെ നിർത്തിയെന്ന് പ്രഖ്യാപിക്കണം. ചൈനയ്ക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചിരിക്കാനായിട്ട് തായ്വാൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ചൈനയുടെ നീക്കം എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളും കടക്കണി കൊണ്ട് പൊറുതിമുട്ടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധനുഷ, ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ഞാനത് ചർച്ചയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ. ഉം. അമേരിക്കയുടെ പൊതുകടം $3000 കോടി. അതെ 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 അമേരിക്കയുടെ അതെ അതെ പൊതുകടം. $3000 കോടി. ഇന്ത്യയുടെ പൊതുകടം $194 കോടി ഇന്ത്യയുടെ പൊതുകടം. നമ്മൾ ഉം, പിന്നെ ഉം, അത്ര ഉം, അവരുടെ പോലത്തെ രാജ്യമല്ല. അവരുടെ ഉം. അത്രയും ഫെസിലിറ്റി നമുക്കില്ല. അപ്പം വലിപ്പം കൂടുന്തോറും കടത്തിന്റെ അളവും കൂടുമല്ലോ. പണക്കാരന്റെ അതെ അതെ കടം കുറച്ചുകൂടെ വലുതായിരിക്കും. പാവപ്പെട്ടവൻ എന്താ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് അരിഭാരം ഉറുമ്പിന് തടിഭാരം എന്ന് പറയുന്ന പോലെ നമ്മളെ അതെ സംബന്ധിച്ച് ഈ അതെ 194 കോടി എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു തുക തന്നെയാണിത്. ഈ അടുത്ത കാലത്താണ് ഉം, നമ്മൾ ഓയിൽ പെട്രോൾ മേടിച്ചതൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്ക് കുറച്ച് കൊടുക്കാണ്ടാണ് കടമൊക്കെ കൊടുത്തു തീർത്തത്. അതായത് പണ്ട് കാലത്തെ മേടിച്ചു കൂട്ടിയ കടമാണ്. ഉം. അപ്പം ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ട്രംപിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയേ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുള്ളി എങ്ങനെയെങ്കിലുമൊക്കെ പ്രഷർ ചെലുത്തി തന്റെ കാൽ കീഴിൽ കുറെ എണ്ണത്തിനെ കൊണ്ടുവന്ന് വ്യവസായം നടത്തി കടം കുറച്ച് റിക്കവറി ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് പറ്റും വെച്ചാൽ ട്രംപ് ആ അമേരിക്ക നശിപ്പിച്ചൊരു പ്രസിഡന്റായിട്ട് ഇറങ്ങിപ്പോണ്ടി വരും. ഈ അമേരിക്ക അതെ തകർത്ത പ്രസിഡന്റ് എല്ലാ കുറ്റവും ട്രംപിന്റെ തലയ്ക്ക് വരികയും ചെയ്യും. അവിടുത്തെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന നിലയിൽ ഇറങ്ങിപ്പോകേണ്ടി വരും. ഈ ഒരു കളിയാണ് അവിടെ യെസ് നടക്കുന്നത്. ഇപ്പൊ വീണ്ടും ഒരു പ്രസ്താവന പുള്ളി നടത്തിയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ 50 ദിവസമായിരുന്നു നമ്മുടെ ശ്രീ വ്ളാഡിമിർ പുടിന് ട്രംപ് നൽകിയിരുന്നത്. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടി നേരിടും. ഇപ്പൊ അത് വെട്ടിച്ചുരുക്കി 12 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യും എന്നുള്ള, അതായത് നിങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്ന്. ഇത് നമ്മൾ പണ്ടൊരു ചെയ്തില്ലെങ്കിൽ സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വരയിങ്ങനെ താരിഫ് ചുമത്തുന്നു. താരിഫ്. അത് റഷ്യക്ക് മാത്രമല്ല താരിഫ്, റഷ്യക്ക് നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും ചൈനയ്ക്കും. ഇത് പണ്ട് നമ്മളൊരു സിനിമയെ ഉം, കണ്ടത് ഉം. കണക്കാണ്. ഒരു വര വരയ്ക്കും, ഈ വരയ്ക്ക് നീ ഇപ്പുറം കടക്കരുതെന്ന് പറയും. അപ്പൊ അവൻ ഇപ്പുറം കടക്കും അതെ വരയുടെ. അതെ അപ്പൊ ഇങ്ങോട്ട് മാറ്റി വേറൊരു വര വരയ്ക്കും, ഈ വരയ്ക്ക് ഇപ്പുറം നീ വരരുത്. അങ്ങനെ അതെ 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 വരച്ചോണ്ടിരിക്കുകയാണ് അതെ ട്രംപ് ചെയ്യുന്നത്. ആദ്യം 50 ദിവസം കൊടുത്തു, പിന്നീട് 12 ദിവസം ആക്കി കുറച്ചിരിക്കുന്നു. ഇനി നാളെ പറയും ഞാൻ ഉം, 20 ഉം, ദിവസമാക്കി നീട്ടിയിരിക്കുന്നു എന്ന് പറയും. ഇതാണ് കളി. അപ്പം ഈ ഉം. ഒരു രീതിയിലേക്കാണ് ഇപ്പോ ഇദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഇതിനകത്തിപ്പം ഇനിയിപ്പോ അടുത്തൊരു വലിയ വാർ വരാൻ പോകുന്നത് ചൈന തായ്വാൻ വാറാണ്. അത് കഴിഞ്ഞ ദിവസം ഉം. ഒരു വാർത്ത ഉണ്ടായിരുന്നു. തായ്വാന്റെ മുകളിലൂടെ അവരുടെ ആകാശപാതയും കടന്നിട്ട് ചൈനയുടെ പോർ വിമാനങ്ങൾ, ഉം. 4 പോർ വിമാനങ്ങൾ അതിനെ വന്നു വന്നു ചുറ്റി വളഞ്ഞു ഉം. പോയിരുന്നു.
വന്നിട്ടുണ്ട്. അപ്പൊ അതവർ തുടങ്ങും പണി. രണ്ടാമത്തെ കാര്യം വെച്ചാൽ റഷ്യ ഇനിയിപ്പോ ഒരു കടുംവെട്ടിന് മുമ്പോട്ട് പോകാനേ സാധ്യതയുള്ളൂ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടൊന്നും ഒരു പണിയും നടക്കത്തില്ല. അത് തന്നെയല്ല, അമേരിക്കക്ക് ഇനി പഴയത് കണക്ക് കുഞ്ഞു ചില രാജ്യം, കുറച്ചു കുറച്ച് ചില രാജ്യങ്ങളെ പേടിപ്പിക്കാം എന്നല്ലാതെ ഇപ്പൊ ഈ ബ്രിക്സിലുള്ള എന്താ പറയുന്നത്, ബ്രസീലിനെ പോലും ഒന്നും ഭയപ്പെടുത്താൻ കഴിയുന്നില്ല. ബ്രസീൽ ഇപ്പൊ ഒന്നും കയറ്റി അയക്കുന്നുമില്ല അവിടെ അങ്ങോട്ടേക്ക്. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത വന്നിരുന്നു, അമേരിക്കയിൽ ബീഫിന് ഭയങ്കര ക്ഷാമമാണെന്നുള്ള ഒരു വലിയ വാർത്തയായിരുന്നു. അപ്പൊ എന്താ സംഭവം, ഇനി ഈ ബീഫിന് ക്ഷാമം എന്ന് പറഞ്ഞപ്പോ ട്രംപ് അടിച്ചടിയെന്താന്ന് കേട്ടോ. ഇവിടെയാണ് ഞാനിതാ പറയാം, എന്തോ എവിടെ ഒരു കുഴപ്പമുണ്ട്. ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ആസ്ട്രേലിയയിലേക്ക് ബീഫ് കയറ്റുമതി ചെയ്യാൻ ഒരു കരാറാകുന്നുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞു ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് പോയി ജസ്റ്റ് ഇന്ന് നോക്കിയപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ആസ്ട്രേലിയ. അവരാണ് പലയിടത്തേക്കും കയറ്റി വിടുന്നത്. അങ്ങോട്ടേക്ക് ഈ ബീഫ് ഇല്ലാത്ത, അതായത് ബീഫ് കുറഞ്ഞ രാജ്യമായ അമേരിക്കനെ അങ്ങോട്ട് കയറ്റി വിടുന്നു. എങ്ങനുണ്ട്? അത് മാത്രവുമല്ല, ഇത് രണ്ടും രണ്ട് ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പറയുന്നത് ഇങ്ങോട്ടേക്ക് പാല് കയറ്റി അയക്കുമെന്നാണ് പറയുന്നത്. നമ്മളാണ് ഏറ്റവും നമ്പർ വൺ പാൽ ഉത്പാദനം. അല്ല, അപ്പോഴാണ് ഞാനത് ആലോചിച്ചു ധനുഷേ. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇത് ഇങ്ങനെ എന്ത് പണിയാണ് ഇത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തേക്ക് പാൽ ഇറക്കുന്നു. ഇത് ബീഫിന് ഭയങ്കര വില അമേരിക്കയിൽ, അവിടെ കിട്ടാനില്ല. അതിന്റെ ഉത്പാദനം കുറഞ്ഞു ഭയങ്കരമായിട്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ കാലിത്തീറ്റയുടെ ഒക്കെ വില കൂടിയത് മൂലം ഉത്പാദനം കുറഞ്ഞു. ആ ഉത്പാദനം കുറഞ്ഞ സമയത്ത് അവർക്ക് ബീഫ് കിട്ടാൻ, ബ്രസീലിൽ നിന്നായിരുന്നു അവർ ബീഫ് കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. ആസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട് അവർക്ക് ബീഫ്. പക്ഷെ അമേരിക്കൻസിന് ഈ ആസ്ട്രേലിയൻ ബീഫിനോട് വലിയ പ്രിയമില്ല. കാരണം ഇതിന് രണ്ട് ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. അപ്പം ബ്രസീലിൽ നിന്നുള്ള ബീഫ് ഇപ്പൊ വരുന്നില്ല, അവന്മാര് കയറ്റി. അത് ബ്രസീലിയൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആകെ 3% കയറ്റുമതി അമേരിക്കയിലേക്കുള്ളൂ, ഇനി അത് പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആ 3% ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് മേക്കപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടുന്ന് ബീഫ് വരുന്നില്ല. ഇപ്പൊ ഉള്ളത് ആസ്ട്രേലിയ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടത്തേക്ക് ഇവിടുന്ന് കയറ്റി അയക്കാം, ഇല്ലാത്ത സ്ഥലത്തൊന്നും ഉള്ള, അതായത് കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഇവിടെ പാലിറക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് പുള്ളിയുടെ ഓരോരോ ഐഡിയകളും, പുള്ളി പുറപ്പെടുവിക്കുന്ന ചില പ്രസ്താവനകളും. ഇന്ന് രാവിലെ പറയുന്നില്ല, വൈകിട്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വഴിക്ക് അവിടെ നിൽക്കട്ടെ, അതിനകത്ത് നമുക്ക് ഇത് കാര്യങ്ങളൊന്നുമില്ല, അതങ്ങനെ പോട്ടെ. പക്ഷെ ഇത് വളരെ ഒരു ഇതാണ്, നാറ്റോ സഖ്യം ഇനി എന്താണ് അടുത്ത് നീക്കം എന്നുള്ളതാണ്. പക്ഷെ ഏതായാലും ഒരു കാര്യം ലോകത്തിന് മുമ്പിൽ ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചൈന പോലും ഒന്ന് പമ്മിയാണ് ഇപ്പോൾ ഈ പിന്നെ റഷ്യ ഉക്രൈൻ വാറിന്റെ, അല്ലെങ്കിൽ ഈ ട്രംപിന്റെ തിട്ടൂരത്തിന് മുമ്പിൽ പമ്മിയാണ് നിൽക്കുന്നത്. ചൈനയുമായിട്ടൊരു ചെറിയ കരാറ് ട്രംപ് ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഭാഗികമായ ചില കരാറുകൾ. അപ്പം പമ്മി നിൽക്കുമ്പോഴാണ് ഇന്ത്യ നേരെ പബ്ലിക്കായിട്ട്, എന്താണ്, പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, അരി കൊടുക്കുന്നുണ്ട്, എണ്ണ മേടിക്കുന്നുണ്ട്, സ്ഫോടക വസ്തുക്കളും കൊടുത്തു. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കല്ല എന്ന് മാത്രം. നിങ്ങൾ അങ്ങനെയാണ് കരുതുന്നെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ നിൽക്കുമ്പോൾ പഴയ ഇന്ത്യയല്ല ഇതെന്ന് തിരിച്ചറിയാൻ വേറെ തെളിവുകളൊന്നുമില്ല, തെളിവുകളുടെ ആവശ്യവുമില്ല. ഒരുപക്ഷെ കോൺഗ്രസ്സുകാരെ ചിദംബരം ചോദിക്കും, ഇത് എന്താണ്, ഇത് എന്ത് ഇന്ത്യയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പം ഇതേപോലത്തെ ഒരു കാര്യങ്ങളാണ് മുൻപോട്ട് പോകുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നുന്നു. അധികം വൈകില്ല, ലോകത്തെമ്പാടും ഒരു യുദ്ധം. അതിനിടയ്ക്ക് മറ്റൊരു വാർത്ത കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് ഒരു വാർത്തയുണ്ട്. അതിൽ പറയുന്നത്, ഈ പഹൽഗാമിൽ 3 ഭീകരർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടല്ലോ. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ഭീകരർ. അപ്പൊ അതിനെ തുടർന്നിട്ട് ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട്, ഈ ഭീകരന്മാരെല്ലാം കൊണ്ട് ഒരു വലിയ ആക്രമണം കാശ്മീരിൽ നടത്താനായിട്ട് അവർ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇന്ത്യ ഈ സമയം നോക്കി ഇന്ത്യ ഇന്ത്യൻ പാകിസ്ഥാനെ കയറി അടിക്കുമോ എന്നറിയില്ല. ഓൾറെഡി ചൈന തായ്വാൻ ഏത് നിമിഷവും അറ്റാക്കിൽ നിൽക്കുന്നു. റഷ്യ ഉക്രൈൻ വാർ അങ്ങനെ തന്നെ തുടരുന്നു. ഇതിന്റെ ഇടയിൽ ഗസയുടെ അവസ്ഥ എന്തായെന്ന് ഒരു പിടുത്തവും ഇല്ല. അവർക്ക് ഫുൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുക. അവിടെയാണ് ഈ ട്രംപ് പറഞ്ഞത്, ഞാൻ കയറി 3-ന്റെ വെടിനിർത്തൽ ഉണ്ടാക്കി കേട്ടോ. ഇന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു, നെതന്യാഹു കീഴടങ്ങി എന്ന് പറഞ്ഞ് വെടിനിർത്തൽ ഉണ്ടാക്കി. അതാ ഇപ്പൊ ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് വെടിനിർത്തൽ നടത്താന്ന് പറഞ്ഞിട്ട് നെതന്യാഹു പറഞ്ഞത് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ വെടിനിർത്തൽ എന്ന് പറഞ്ഞു, അനിശ്ചിതകാലം വരെ. ഈ സംഭവം 10 മണി തൊട്ട് 8 മണി വരെ ഓക്കെ. 8 മണി അങ്ങോട്ട് കഴിയുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഈ മെസ്സേജ്, ഈ 10 to 8 ഇടയിൽ ഇടുന്ന മെസ്സേജിൽ കൂടെ അവന്മാർ പിറക്കി ഇങ്ങോട്ട് ഇടുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഇപ്പോ. അപ്പൊ അവര് പറയുകയാണ്, ഇല്ല വെടിനിർത്തൽ ഇങ്ങനെ വെടിനിർത്തിയാൽ ശരിയാവില്ല, വെടിനിർത്തുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ ഗസ ഇപ്പൊ ആ രീതിയിലാണ് നിൽക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. അല്ല, അവിടെ എന്താന്ന് വെച്ചാൽ ഈ ട്രംപ് കയറിയപ്പോ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഗസ എല്ലാം ശാന്തമാക്കും. എന്നിട്ട് അവിടെ പുള്ളി തന്നെ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, എന്താണ്, അവിടെ ഒരു ചാരു കസേരയും വലിച്ച് ഗസയുടെ കടൽ തീരത്ത് കാറ്റുകൊണ്ടിരിക്കുന്നത്. പുള്ളി ട്രംപ് കാറ്റുകൊണ്ടിരിക്കുന്ന ഒരു, ഞാനിവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും, പൂന്തോട്ടം വെക്കും, പൂന്തോട്ടത്തിന് അവിടെ ഇവിടെ ആൾക്കാരെ താമസിപ്പിക്കും, അങ്ങനെ ഒരു ഡ്രീം പ്രൊജക്ട് ഒക്കെ പ്രഖ്യാപിച്ചു. ഇന്നും അത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല, അടി നടന്നുകൊണ്ടേ ഇരിക്കുക അവിടെ. ഇപ്പൊ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്, അത് ഇസ്രായേൽ ചിലപ്പം അംഗീകരിക്കും. കാരണം ഇസ്രായേലിന്റെ ഡിമാൻഡോട് അംഗീകരിച്ച് ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം സ്വതന്ത്ര പാലസ്തീൻ അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ
അതായത് ഇസ്രായേൽ അംഗീകരിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഗസ സ്ട്രിപ്പ് ഉം. എങ്കിലും കുറഞ്ഞ പക്ഷം ഇസ്രായേലിന് കൈമാറേണ്ടി വരും. രണ്ടാമത് അവരുടെ ഏറ്റവും ഉം. വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ജെറുസലേമാണ്. അതിന്റെ ആ ഒരു അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ആ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്. അതുകൂടെ കിട്ടിക്കഴിയുമെങ്കിൽ ഒരുപക്ഷെ അവർ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് സമ്പൂർണമായിട്ടൊരു യുദ്ധ ഉം. ഉടമ്പടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന് ഓക്കെ. അറിയത്തില്ല. സ്വതന്ത്ര പാലസ്തീന്റെ പ്രശ്നമാണ്. അതിപ്പോ ഫ്രാൻസ് പറഞ്ഞതുകൊണ്ട് ഈ ഫ്രാൻസ് അത് പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഉം. ഞങ്ങള് പാലസ്തീനെ അംഗീകരിക്കുന്നു. ഈ മക്രോണും ട്രംപും തമ്മിൽ ഭയങ്കര ഉടക്കാണല്ലോ. ഇപ്പൊ ട്രംപ് ഉം. പറഞ്ഞിരിക്കുന്നത് അത് വല്ലാത്തൊരു ചെയ്ത്തായി പോയാ ചെയ്തത്, ഇങ്ങനെ എല്ലാരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നാണ് ട്രംപ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഇനി മറ്റൊരു ചെറിയ വാർത്തയുണ്ട്. നമ്മുടെ ഖമേനി പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഞങ്ങൾ തീർത്ത് കളയുമെന്നാണ് ആയത്തുള്ള ഖമേനി പറയുന്നത്. ഓ, അത് ഒരു വാർത്തകളൊക്കെ വഴിക്ക് വായിച്ചു നടക്കുന്നത്. കഴിഞ്ഞാൽ അങ്ങനെ ലോകം മൊത്തത്തിൽ അവസാനിച്ചെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അങ്ങനെ കലങ്ങി മൊത്തത്തിൽ മറിഞ്ഞ് ഞാനിപ്പോ കിടക്കുകയാണ് ഈ എല്ലാം കൂടെ. വാർത്ത കൊണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനൊക്കെ ഒരുപാട് വാർത്തയുണ്ട്, നമുക്കിതെല്ലാം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ വരും അതെ. ദിവസങ്ങളിലൊക്കെ ഇത് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ഇതൊക്കെ യുദ്ധമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. വലിയ രീതിയിലേക്ക് അതെ. പോകുന്നു. നമ്മളും കുറച്ചൊക്കെ ജാഗ്രതയാണ്, നമ്മുടെ രാജ്യവും, എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഗ്രാജ്വലി രണ്ട് യുദ്ധ കൊതിയന്മാരായി മാറുന്നുണ്ടോ കേരളത്തിൽ എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള ഡൗട്ടുണ്ട്. എന്തായാലും ഓക്കെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു ബിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്.